ഫൈബ്രോയിഡ്സ് ഇൻ പ്രഗ്നൻസി ഒരുപാട് പേർക്ക് ഡൗട്ടുകളുള്ള ഒരു ടോപ്പിക്കാണ്. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ഈസ്ട്രജൻ കൂടി നിൽക്കുന്ന അവസ്ഥയാണ്. ആയതിനാൽ തന്നെ ഈ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്ന മുഴകൾ ഈസ്ട്രജൻ കൂടുതലുണ്ടെങ്കിൽ വളരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ ഒരു ത്രൂ ഔട്ട് ഒരു പ്രഗ്നൻസിയിൽ ഫൈബ്രോയിഡ്സിന് വലുപ്പം വെക്കാൻ കൂടാനുള്ള ഒരു സാധ്യതകളുണ്ട്. ഇനി ഫൈബ്രോയിഡ്സ് കാരണം പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റത്തെ 3 മാസത്തിലാണെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ്ങിനുള്ള സാധ്യത അഥവാ അബോഷൻ, മിസ്കാരേജ് ഇവയ്ക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. ത്രെട്ടൻഡ് അബോഷനും ആവാം, അല്ലെങ്കിൽ അബോഷൻ, കംപ്ലീറ്റ് അബോഷൻ ഇവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇൻഫെർട്ടിലിറ്റി, പ്രഗ്നന്റ് ആവാൻ തന്നെ ബുദ്ധിമുട്ടുള്ള സാധ്യതയും ഉണ്ട്. ഫൈബ്രോയിഡ്സ്, ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഫൈബ്രോയിഡ്സ്, കുറച്ച് സൈസ് കൂടുതലുള്ള ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആവുന്നതിന് തന്നെ തടസ്സം സൃഷ്ടിക്കാവുന്നതാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് വരുമ്പോൾ 4, 5, 6 മാസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൈബ്രോയിഡ്സിലേക്കുള്ള രക്തോട്ടം കുറവ് വരാനും ഡീജനറേഷൻ സംഭവിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് പേഷ്യൻസിന്, ഫൈബ്രോയിഡ്സ് ഉള്ള ചില പേഷ്യൻസിന് പനി അല്ലെങ്കിൽ വേദന, അമിതമായ വയറുവേദന അങ്ങനെയൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡീജനറേഷനിലേക്കാണ് ഫൈബ്രോയിഡ്സ് നീങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിലും അത് പേടിക്കേണ്ടതില്ല. സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് തന്നെ ചെയ്താൽ മതി. ഒരു ഓപ്പറേഷനോ വേറെ കാര്യങ്ങളിലേക്കോ നീങ്ങേണ്ട ആവശ്യമില്ല. സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ പെയിൻ, ഇൻഫെക്ഷൻ ആവാതിരിക്കുന്ന മെഡിസിൻസ് അങ്ങനെയൊക്കെ കൊടുത്ത് അതിനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്.